ഹസീനയെ വിട്ടുതരണമെന്നുള്ള ബംഗ്ലാദേശിൻ്റെ ആവശ്യം. പോയി പണി നോക്കടാന്ന് ഇന്ത്യ. ഹസീന എന്ത് വന്നാലും വിട്ടുതരില്ല. ബംഗ്ലാദേശ് ഇനി എന്ത് നിലപാടായിരിക്കും എടുക്കുന്നത്? ബംഗ്ലാദേശ് ഇനി എന്ത് നിലപാടായിരിക്കും എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് കുത്തിയിരുന്ന് കരയും. അതിലപ്പുറത്തേക്ക് ബംഗ്ലാദേശിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ബംഗ്ലാദേശിൻ്റെ സൈനികപരമായിട്ടുള്ള ശേഷി അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു അതിർത്തിയിൽ നിന്ന് അവരെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. കൃത്യമായ മറുപടി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് പൊരുതാൻ തന്നെ ബംഗ്ലാദേശിന് കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട്. രണ്ടാമത്തത് സാമ്പത്തികമായി വലിയ പരാജയം അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സ്ഥിതിയിലേക്ക് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാതെ, പിന്നെ അരി വാങ്ങാതെ, ഉരുളക്കിഴങ്ങ് വാങ്ങാതെ, മറ്റു കാര്യങ്ങളൊന്നും വാങ്ങാതെ ബംഗ്ലാദേശ് ചെയ്യുന്നത് ഈ പറയുന്ന പാകിസ്ഥാനിൽ പോയിട്ട് വാങ്ങാം എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ള കാര്യം ഒരു ഭാഗത്ത്. മറിച്ച് പാകിസ്ഥാനിൽ ഒരു റൊട്ടിക്ക് 1000 രൂപയാണ് വില. അങ്ങനെയുള്ള പാകിസ്ഥാനിൽ പോയിട്ട് ഇവരിത് ഇത്തരം സഹായങ്ങൾ ചോദിക്കുകയും ഇരട്ടി വില കൊടുത്ത് പാകിസ്ഥാനിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുമ്പോൾ അത് ബംഗ്ലാദേശിന് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ അരി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയാണ് നിലവിൽ ബംഗ്ലാദേശിന് അരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 26,000 ടൺ അരിയാണ് ബംഗ്ലാദേശിന് ഇന്ത്യ പലപ്പോഴായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 50,000 ടണ്ണ് അരി വേണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് ഈ പറയുന്ന ബംഗ്ലാദേശിലെ ജനങ്ങൾ തെരുവിലിറങ്ങി പലരോടായി അടിപിടി ഉണ്ടായി, അരിക്ക് വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടായി, കഞ്ഞിക്ക് അല്ലെങ്കിൽ അരിഭക്ഷണത്തിന് വേണ്ടിയുള്ള നിലവിളി അവിടെ ഉയരുകയാണ്. കാരണം ഭക്ഷണമില്ല, ഭക്ഷണം കഴിക്കണ്ടേ, അതിനൊരു സംഭവവും ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് ബംഗ്ലാദേശ് പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിന് നിസ്സഹായമായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. അവിടെ മതമേലധ്യക്ഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മതമേലാവിമാർക്ക്, മതമുതലാളിമാർക്ക്, അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ സുലഭമായി ഭക്ഷണം ശേഖരിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് അവിടെ ആഭ്യന്തര കലാപമായി തന്നെ രൂപപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് പാകിസ്ഥാൻ്റെ ഒരു പിന്തുണയായിരുന്നു ഇവർ ഈ കാര്യത്തിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ പാകിസ്ഥാന് തന്നെ സ്വയം പിന്തുണയ്ക്കാൻ പറ്റാത്ത, അതായത് അവരെ തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർ ചൈനയുടെ പിന്തുണയിലാണ് നിൽക്കുന്നത്. ചൈന ബംഗ്ലാദേശിനെ ഡയറക്റ്റ് പിന്തുണയ്ക്കുമെന്നൊരു എന്താണ് പറയുക പ്രതീക്ഷ ബംഗ്ലാദേശിനുണ്ടായിരുന്നു. പക്ഷേ ചൈന മൗനം പാലിക്കുകയാണ്. ചൈന ഇന്ത്യക്കെതിരായുള്ള നീക്കത്തെ അങ്ങനെ സ്ട്രോങ് ആക്കി അവർക്ക് സഹായം കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ചൈനയും എത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തുകയും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താക്കളും അതുപോലെ തന്നെ ഇന്ത്യയുടെ വക്താക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ നീണ്ട ചർച്ച കഴിഞ്ഞ 2-3 മാസത്തിനിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചൈനയിൽ പിന്നെ ഈ പറയുന്ന അരുണാചൽ പ്രദേശും ഒക്കെ ബന്ധപ്പെട്ട് ചൈനയുടെ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു. ചൈനയുടെ അതിർത്തിയിൽ നിന്ന് ഇരു രാജ്യങ്ങളും സേനാ പിന്മാറ്റം പ്രഖ്യാപിച്ചു. അങ്ങനെ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഇന്ത്യ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പരിഹരിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, അതുപോലെ തന്നെ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു, വരാൻ വേണ്ടി പോകുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ ആളുകൾ പുകഴ്ത്തുകയും അവരെ മോദി, ഈ പറയുന്ന ട്രംപ്, പുടിൻ, നെതന്യാഹു, ഷീ ജിൻപിങ്, മോദി അറിയപ്പെടുന്ന 5 ലോക നേതാക്കന്മാരിൽ ആദ്യത്തെ 5 സ്ഥാനത്തിൽ ഒന്ന് ഇന്ത്യയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ആദ്യ 4 നേതാക്കളിൽ ഒന്ന് മോദി ഉണ്ടെന്ന് വ്ളാദിമിർ പുടിൻ പറയുമ്പോൾ അതിനെയൊക്കെ മുഖവിലക്കെടുക്കാതെ പോകാൻ ചൈനയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചൈന ആ തരത്തിൽ തീവ്രവാദത്തെ അങ്ങ് പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ള കാര്യത്തിലാണ് ചൈന നിൽക്കുന്നത്. ചൈനയ്ക്ക് പണ്ടേ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തോട് വലിയ വെറുപ്പാണ്. അവിടെ പള്ളി പോലും പ്രവർത്തിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല സ്വന്തം രാജ്യത്തെ ഈ പ്രശ്നം വരുമെന്ന് മുൻകൂട്ടി കണ്ട് ഉന്മൂലനാശം വരുത്തിയതാണ് ചൈന. പുറമേയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അവിടെ അവർ തീർത്തു കളഞ്ഞു. അപ്പോൾ അവിടെ ഏകാധിപത്യമാണ്, അവർക്കെന്തും നടക്കും. അങ്ങനെയുള്ള ചൈനയിൽ നിന്ന് ഒരു സംരക്ഷണം ഇവർക്ക് കിട്ടുന്നില്ല. മൂന്നാമത്തത്, ഇവർ വിചാരിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ രാഷ്ട്രത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു രാജ്യം തങ്ങളെ സഹായിക്കും എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അറബ് രാജ്യങ്ങളൊന്നും തന്നെ ബംഗ്ലാദേശിനോട് ഒരു ഐക്യപ്പെടലും അവർ നടത്തിയില്ല. ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല, ഞങ്ങൾക്കൊട്ട് ഇതിനോട്ട് സമ്മതമല്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കണം എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഇറാൻ പോലെയുള്ള, സിറിയ പോലുള്ള രാജ്യങ്ങളാണ്. ഇറാനെയും സിറിയയും ഒക്കെ ആര് തീർത്തു?
ഈ പറയുന്നത് പോലെ ബെഞ്ചമിൻ നെതന്യാഹുവും എല്ലാം ചേർന്നുകൊണ്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഗോള തീവ്രവാദത്തിന് ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടലായിരുന്നു ബംഗ്ലാദേശിനുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. സോറോസിൻ്റെ നേതൃത്വത്തിൽ ലോകവ്യാപകമായിട്ട് ഈ ജിഹാദി വൽക്കരണത്തിന് അല്ലെങ്കിൽ തീവ്രവാദത്തിന്, ഭരണകൂട അട്ടിമറികൾക്ക് ഒക്കെ നേതൃത്വം കൊടുക്കുകയും അവർക്ക് പണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഡീപ് സ്റ്റേറ്റിനുണ്ട്. ആ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടൽ ആണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോറോസിൻ്റെ ഒരു ഇടപെടലാണ്. പക്ഷേ സോറോസും ഡീപ് സ്റ്റേറ്റും ഒക്കെ എന്താണ്, ഈ പണ്ടത്തെ പോലെ അവർക്ക് ബലമില്ല, അവരുടെ ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അവർക്ക് ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നാണ്. കാരണം ഡീപ് സ്റ്റേറ്റ് പലപ്പോഴും അമേരിക്കയിൽ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചത് ജോ ബൈഡനാണ്. ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിച്ചപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച ഒരാളാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപും ഡീപ് സ്റ്റേറ്റും തമ്മിൽ വലിയ പ്രശ്നമാണ്. അവരൊരിക്കലും ഡൊണാൾഡ് ട്രംപിനെ അംഗീകരിച്ചിരുന്നില്ല. അവരുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്നെ നാഷണാലിറ്റിയോടുള്ള ഒരു എന്താണ് പിന്നെ പ്രതിബദ്ധത, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ വളരെ അമേരിക്കയോട് 100% നീതി പുലർത്തി നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തോട് യാതൊരു തരത്തിലും സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ സോറോസിന് ഡൊണാൾഡ് ട്രംപിനെ ഇഷ്ടമല്ല, ഡീപ് സ്റ്റേറ്റിന് ഇഷ്ടമല്ല. അങ്ങനെ ഈ പറയുന്ന വ്ളാദിമിർ പുടിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും മോദിക്കും എല്ലാം ഇപ്പം ലോകം ഭരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഡീപ് സ്റ്റേറ്റിനെതിരായി മാറി. അങ്ങനെ ഡീപ് സ്റ്റേറ്റിനൊരു വലിയ അടി അവിടെ കിട്ടിയപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സാമ്പത്തിക സഹായവും ബംഗ്ലാദേശിന് കുറയുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വശത്തു നിന്നും ബംഗ്ലാദേശിന് വലിയ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും ഇവരുടെ തീവ്രവാദ നിലപാടുള്ള ഭരണകൂടം മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന അവരുടെ ഭരണകൂടം ഭ്രാന്തിളകിയ പോലെ പ്രതികരിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യ പിന്നെ അതിനിടയ്ക്ക് ഹസീനയെ വിട്ട് പട്ടിണി കിടക്കുകയാണ് ഒരു ഭാഗത്ത്. അങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ പറയുകയാണ് ഹസീനയെ വിട്ട് തന്നില്ലെങ്കിൽ ഇന്ത്യ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ ഒന്നും മുഖവിലയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനോ ഒന്നും പോയിട്ടില്ല. ഇന്ത്യ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കരാറൊന്നും ഭരണകൂടവുമായി ബന്ധപ്പെട്ട കരാറാണ്, ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കരാറാണ്. അവിടെ ആ ഭരണകൂടത്തെ പട്ടാള അട്ടിമറിയിലൂടെ അട്ടിമറിക്കുകയോ സമരങ്ങളിലൂടെ അട്ടിമറിക്കുകയോ ജനാധിപത്യപരമായിട്ടല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ കരാറുമില്ല. അവിടുത്തെ തീവ്രവാദ നിലപാടുമായിട്ട് ഞങ്ങൾ യാതൊരു തരത്തിലും യോജിക്കുന്നുമില്ല. അതുകൊണ്ട് തീവ്രവാദികളെ കൈമാറണമെന്നുള്ള അവരുടെ കരാർ ഈ ഹസീനയുടെ കാര്യത്തിൽ ഒരിക്കലും എന്തില്ല, പ്രായോഗികവുമല്ല, അത് അംഗീകരിക്കുകയുമില്ല. രാഷ്ട്രീയ അഭയം തേടി അവരെ വിട്ടുകൊടുക്കണമെന്നുള്ള ഒരു കരാറും ബംഗ്ലാദേശുമായിട്ടില്ല. ഇനി അങ്ങനെ ഒരു കരാർ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ പറയുന്ന ഭരണകൂടവുമായിട്ട് മാത്രമേ ഉള്ളൂ. ഭരണകൂടം അവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ നിൽക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഗോലാൻ കുന്നുകൾ പിടിച്ചടക്കുമ്പോൾ ഗോലാൻ കുന്നുകളുമായിട്ട് നിരന്തരമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അങ്ങനെ ഇസ്രായേലിനെതിരെ ചില രാജ്യങ്ങളൊക്കെ വിമർശനം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്താണ് ഈ പറയുന്ന കരാർ ഉണ്ടായിരുന്നല്ലോ, ഉടമ്പടി ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേൽ പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു. അതായത് അവിടുത്തെ ഒരു ഭരണകൂടം, സിറിയയിലെ ഒരു ഭരണകൂടം ഉള്ളപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഈ ഒരു ഗോലാൻ കുന്നുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉടമ്പടി പിടിച്ചെടുത്ത ഭാഗം ഞങ്ങളുടെ ഭാഗത്തിന് ഇനിയൊരു പിടിച്ചെടുക്കൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അവിടുത്തെ ഭരണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം പിന്നെ എന്തിനാണ് ഗോലാൻ കുന്നുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു ഉടമ്പടി ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിഭാഗവും അവർ പിടിച്ചടക്കി. ഇതേ ഒരു രീതി തന്നെയാണ് ഇന്ത്യയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ പെരുമാറ്റങ്ങൾ, ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ചില സുഡാപ്പികൾ, കേരളത്തിലെ സുഡാപ്പികൾ ഇരുന്ന് പറയുന്ന കാര്യം കേട്ടാൽ ചിരിച്ചു വീണു. കാരണം അവിടെ നടക്കുന്നത് ഈ അടുപ്പൂട്ടി ചർച്ചയിലൊക്കെ പറയുന്നത് ഷെയ്ഖ് ഹസീന 4-5 വർഷമായിട്ട് അവിടെ എന്താണ് ഏകാധിപത്യ ഭരണമാണ് നടത്തുന്നത്, വർഗീയ ഭരണമാണ് നടത്തുന്നത്. അതുകൊണ്ട് ആ വർഗീയതയ്ക്കെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു. എന്നിട്ട് അവിടുത്തെ ഹസീനയെ മറിച്ചിട്ടു അവർക്ക് ഓടേണ്ടി വന്നു. വർഗീയതയ്ക്കെതിരെ വർഗീയത കൊണ്ടു നടക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും ഗതി. എന്നിട്ടോ ഈ ഹസീനയെ മറിച്ചിട്ട് അധികാരത്തിൽ വന്ന ആരാ? വർഗീയത കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ മറിച്ചിട്ട് അധികാരത്തിൽ നിന്ന് തീവ്രവാദികൾ. ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്, മൗദൂദിസ്റ്റുകൾ. അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഉടമ്പടിക്കോ കരാറിനോ ഇന്ത്യ തയ്യാറല്ല എന്നും ഇന്ത്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ് ആകെ പെട്ട അവസ്ഥയിലാണ്. മാത്രമല്ല ബംഗ്ലാദേശിന് ഇരട്ടിപ്പണിയായി ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം 20-ാം തീയതി നടക്കാൻ കൂടി പോവുകയാണ്. അതുകൊണ്ട് ഇന്ത്യയോട് വേറൊരു തരത്തിലും ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ അന്താരാഷ്ട്ര കോടതിക്ക് മുന്നിൽ ഒരു പരാതി കൊടുക്കാമെന്നതിലപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല.